ഹയർ സെക്കൻഡറി അഡ്മിഷൻ ആയിട്ടുള്ള തേർഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റ് HSCAPന്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ തേർഡ് അലോട്ട്മെന്റ് ലിങ്കിൽ കയറിയാൽ കൃത്യമായിട്ട് നിങ്ങൾ അലോട്ട്മെന്റ് ലഭിക്കും കേട്ടോ. ആ അലോട്ട്മെന്റ് കിട്ടിയവർ നേരത്തെ ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്ത് 2 അലോട്ട്മെന്റിലും ടെമ്പററി ആയിട്ടൊക്കെ ജോയിൻ ചെയ്തവർ നിർബന്ധമായിട്ടും ഫീസ് അടച്ച് അതായത് സ്കൂൾ എപ്പോഴാണ് ഏതാണോ കിട്ടിയിട്ടുള്ളത് അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യണം. ഫീസ് എടുത്ത് ജോയിൻ ചെയ്യണം. ഇനി നമുക്ക് ടെമ്പററി ആയിട്ട് നിൽക്കാനുള്ള അവസരമില്ല. ലാസ്റ്റ് മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ സ്പോർട്സ് അലോട്ട്മെന്റും നടക്കുന്നുണ്ട്. സ്പോർട്സിലെ സെക്കൻഡ് അലോട്ട്മെന്റും വന്നിട്ടുണ്ട്. അതോടൊപ്പം കമ്മ്യൂണിറ്റി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ നമ്മളെ കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂള് കോമ്പിനേഷൻ ഏത് കോട്ടയിലാണോ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അവിടെ ഫീസ് അടച്ച് പെർമനന്റ് ആയി നമ്മൾ അഡ്മിഷൻ എടുക്കുക. 2025 അഡ്മിഷൻ പ്രോസസ്സിന്റെ മുഖ്യ അലോട്ട്മെന്റുകളാണ് ഇപ്പോൾ ഫൈനൽ ആയിട്ടുള്ളത്. ഇപ്പൊ മിക്കവാറും വിദ്യാർത്ഥികൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇനി എല്ലാ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ആൾ, നിങ്ങൾ അഡ്മിഷൻ ലഭിച്ചു എന്നിട്ട് ആരെങ്കിലും ഇപ്പോൾ ചേരാതിരുന്നാൽ സംഭവിക്കാൻ പോകുന്ന ഇനി വരുന്ന സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് നിങ്ങളെ പരിഗണിക്കില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം നിങ്ങൾ പുതുതായിട്ടാണ് അലോട്ട്മെന്റ് ലഭിക്കുന്നത്, ഇതുവരെ അലോട്ട്മെന്റ് ഒന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ആണ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിൽ നിർബന്ധമായും നിങ്ങൾ HSCAPലെ ലിങ്കിൽ നിന്ന് നിങ്ങളുടെ അലോട്ട്മെന്റ് ലെറ്റർ എടുത്തിട്ട് വേണം സ്കൂളിൽ പോയിട്ട് ഫീസ് അടച്ച് ജോയിൻ ചെയ്യാൻ. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ടുപോകണം. എന്നാൽ നിങ്ങൾക്ക് നേരത്തെ അഡ്മിഷൻ കിട്ടിയവരാണെങ്കിൽ ഇനി അതിന് വേണ്ടിയിട്ട് പ്രത്യേക പ്രിന്റ് ഔട്ട് ഒന്നും എടുക്കേണ്ടതില്ല. ആൾറെഡി നിങ്ങൾ ഫീസ് അടച്ചാൽ മാത്രം മതി. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒപ്പം എവിടെയെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും കോട്ടയിൽ നിങ്ങൾക്ക് ഇനി അഡ്മിഷൻ ബാക്കിയുണ്ടെങ്കിൽ ഇനിയിപ്പോൾ മാനേജ്മെന്റ് കോട്ടയാണ് ഒരു സാധ്യതയുള്ളത്. മാനേജ്മെന്റ് കോട്ട അഡ്മിഷൻ ഓൺ ദ പ്രോസസ് ആണ്. അതായത് മാനേജ്മെന്റുകളെ അപ്രോച്ച് ചെയ്തിട്ട് വേഗം തന്നെ നിങ്ങൾ മാനേജ്മെന്റ് കോട്ടയുടെ അഡ്മിഷനും കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി വൈകിയാൽ മാനേജ്മെന്റ് കോട്ടയുടെ അഡ്മിഷന്റെ സാധ്യതകൾ നിങ്ങളുടെ നിന്ന് പോകും. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് സ്പോർട്സ് കോട്ട നമ്മുടെ മുന്നിലുണ്ട്, കമ്മ്യൂണിറ്റി കോട്ട വന്നിട്ടുണ്ട്, ഒപ്പം തേർഡ് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ സ്കൂള് സെലക്ട് ചെയ്യാൻ വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് കിട്ടിയ എല്ലാ അവസരങ്ങളും നിങ്ങൾ ക്രിയാത്മകമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കോഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ് മനസ്സിലാകുന്നത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേഷൻ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഏതായാലും VHSCയും അതുപോലെ തന്നെ നമ്മുടെ ഹയർ സെക്കൻഡറി ഒരേ സമയത്ത് തന്നെയാണ് ഈ തരത്തിലുള്ള അഡ്മിഷൻ പ്രോസസ്സൊക്കെ നടത്തുന്നത് എന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു അക്കാഡമിക് എന്നായിരുന്നു. താങ്ക് യു.